നമസ്കാരം. കഴിഞ്ഞ ദിവസം മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നത്തെ പറ്റിയിട്ട് കുറേ യൂട്യൂബേഴ്സ് എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഇന്നലെ എനിക്ക് അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രമോഷൻ എന്ന് പറയുന്ന പരിപാടി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ് പ്രമോഷൻ. നോർമൽ വീഡിയോ ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന വ്യൂസിനെക്കാട്ടിൽ വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണ് പ്രമോഷൻ ചെയ്യുമ്പോൾ ഇരട്ടി വരുമാനം കിട്ടും. മെയിൻ ആയിട്ട് ഇപ്പൊ നടന്നു വരുന്ന ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷനാണ്. മേക്കപ്പ് പ്രൊഡക്റ്റുകൾ, കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ, അത്തരം വസ്തുക്കളുടെ പ്രൊമോഷനാണ് മെയിൻ ആയിട്ട് ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സും ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സും ഫാമിലി ബ്ലോഗേഴ്സും ഒക്കെ ചെയ്യുന്നത്. അത്തരം വസ്തുക്കൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നല്ല വരുമാനവും കിട്ടും. അപ്പം ഇതിനു മുമ്പ് ഈ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളൊക്കെ കമ്പനികൾ വിറ്റുകൊണ്ടിരുന്നത് പരസ്യങ്ങളിലൂടെയാണ്. ടി വികളിലൊക്കെ വരുന്ന പരസ്യം ഉണ്ടല്ലോ. എന്നാൽ ഇപ്പൊ അത്തരം പരസ്യങ്ങളെക്കാട്ടിൽ കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഇത്തരം ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യുന്ന പ്രൊമോഷനിലൂടെയാണ്. അതെല്ലാ കമ്പനികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ ബ്രാൻഡുകളും കമ്പനികളും ഇത്തരം ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ സമീപിക്കും. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിനെ സമീപിച്ചിട്ട് അവരെയും കൊണ്ട് ഇത്തരം വസ്തുക്കളുടെ പ്രൊമോഷൻ അങ്ങ് ചെയ്യും. അപ്പൊ അവരെ ബ്ലൈൻഡ് ഫോൾഡർലി ഫോളോ ചെയ്യുന്ന ഒത്തിരി ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അവരെന്ത് ചെയ്യും? ഈ സാധനങ്ങൾ വാങ്ങിച്ചുപയോഗിക്കും. ചിലർക്ക് പണി കിട്ടും, ചിലർക്ക് സെറ്റ് ആവും. അപ്പം എല്ലാവരും ബ്ലൈൻഡ് ഫോൾഡർലി ആണ് ഇതൊക്കെ വാങ്ങിച്ചുപയോഗിക്കുന്നത്. അവിടെയാണ് വിഷയം. അപ്പം മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബർ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു കാറ്റഗറിയിൽ മൈ വേ ബൈ കല്യാണി വളരെ കുറവ് പ്രൊമോഷനാണ് ചെയ്യാറുള്ളത്. ഞാൻ പണ്ട് മുതലേ ഈ പുള്ളിക്കാരിയുടെ വീഡിയോസ് കാണാറുണ്ട്. പണ്ട് മുതലേ കാണുന്നതാണ്. എനിക്കിന്ന് തുടക്കം മുതലേ കാണുന്നതാണ്. ഇപ്പോഴാണ് പുള്ളിക്കാരിക്ക് ഈ പ്രൊമോഷൻ കൂടി വന്നത്. ഈ ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസവും പ്രൊമോട്ട് ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. 30 സൺസ്ക്രീനും 30 ക്രീമുകളും പ്രൊമോട്ട് ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ ഒന്നും പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അപ്പൊ ആ ഒരു ലെവലിൽ വെച്ച് ചിന്തിക്കുമ്പോൾ മൈ വേ ബൈ കല്യാണി കുറച്ച് പ്രൊമോഷൻ മാത്രമേ നടത്താറുള്ളൂ. പക്ഷേ ഈ പ്രൊമോഷനൊക്കെ ജെനുവിൻ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 50% പോലും ജെനുവിനിറ്റി ഇത്തരം പ്രൊമോഷനുകൾക്കില്ല. കാരണം ഇവരൊക്കെ മോസ്റ്റ്ലി 1 തവണയോ 2 തവണയോ ഒക്കെ മാത്രമാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാറുള്ളത്. ഈ കമ്പനി ഈ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കും. ആ പ്രൊഡക്റ്റ് ആ ഒരു സമയത്ത് അവർ ഉപയോഗിക്കും. അതിനുശേഷം അവർ വേറെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കും. പക്ഷെ അവര് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർ എന്ത് ചെയ്യും? അത് വാങ്ങിച്ചുപയോഗിക്കും. അപ്പൊ ഇതിനെ പറ്റിയിട്ട് അശ്വതി സുബോധ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു യൂട്യൂബറാണ്. പുള്ളിക്കാരി ഈ മൈ വേ ബൈ കല്യാണിയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ എടുത്തു വെച്ച ഒരു സൺസ്ക്രീനിന്റെ പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു. ആ പ്രൊമോഷൻ വീഡിയോ എടുത്തു വെച്ചിട്ട് അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ പിറ്റേ ദിവസം ഈ പെൺകുട്ടിയുടെ ഈ ചാനലിന് സ്ട്രൈക്ക് കൊടുത്ത് ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ട് മൈ വേ ബൈ കല്യാണി ഒരുപാട് എക്സ്പ്ലനേഷനുമായിട്ട് വന്നിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ, അല്ലാത്ത ഒരു പ്രൊഡക്റ്റും ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലനേഷനൊക്കെ തന്നു. വാട്ടെവർ, നമുക്കറിയത്തില്ല അവർ ഉപയോഗിക്കുന്നതല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഒരു രീതിയിലും ഫോളോ ചെയ്യാതിരിക്കാം. ബ്ലൈൻഡ് ഫോൾഡർലി ഫോളോ ചെയ്യാതിരിക്കുക. നമ്മളൊരു വസ്തു വാങ്ങിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ, ബാക്കി വസ്തുക്കളെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഇന്റേണലിയും എക്സ്റ്റേണലിയും ഉപയോഗിക്കുന്ന കെമിക്കലുകൾ അടങ്ങുന്ന വസ്തുക്കൾ നമ്മൾ ആരും പറയുന്നത് കേട്ട് വാങ്ങിച്ചുപയോഗിക്കാതിരിക്കുക. ഡ്രസ്സ്, ആക്സസറീസ്, ഓർണമെന്റ്സ്, ചപ്പൽസ്, ബാഗുകൾ, ഇത്തരം വസ്തുക്കൾ പ്രൊമോട്ട് ചെയ്യുന്നതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാരണം അതുകൊണ്ട് വലിയ ദോഷമൊന്നും ആർക്കും വരത്തില്ല. ചിലപ്പോൾ നമ്മുടെ പൈസ പോവും, ചിലപ്പോൾ നമ്മളുടെ കൈ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ ഡാമേജ്ഡ് ആണ് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് ഫിസിക്കലി നമുക്ക് ദോഷമൊന്നും വരുന്ന വസ്തുക്കളല്ല ഈ ഡ്രസ്സുകളൊന്നും. അങ്ങനത്തെ വസ്തുക്കളൊക്കെ പ്രൊമോട്ട് ചെയ്തോട്ടെ. പക്ഷേ കെമിക്കലുകൾ അടങ്ങിയ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം ഇപ്പോൾ ഞാനൊരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആണെന്ന് നിങ്ങളങ്ങ് വിചാരിക്കാം. ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുപയോഗിച്ചു. ആ പ്രൊഡക്റ്റ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ എനിക്ക് പറയാം, ഞാൻ ഈ വസ്തു ഉപയോഗിച്ചപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുൾ ആയി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ എന്ന് അറിയത്തില്ല, പക്ഷെ ഇത് നല്ലതാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ ഇത് ടോട്ടലി നല്ലതാണ്, നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഇങ്ങനെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും യുണീക്ക് ആയിട്ടുള്ള സ്കിൻ ഫീച്ചേഴ്സ് ആണ്. ഒരമ്മയുടെ മക്കളാണെന്നുണ്ടെങ്കിൽ പോലും, ഇപ്പം എനിക്കൊരു അനിയത്തിയുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എൻ്റെ അനിയത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ?
പറ്റത്തില്ല. കാരണം എന്താണ്, ഞങ്ങൾ രണ്ടും ഒരമ്മയുടെ മക്കളാണെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ സ്കിന്ന് ഡിഫറെൻ്റ് ആണ്, സ്കിന്നിൻ്റെ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്, സ്കിൻ പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള സ്കിന്നും സ്കിൻ ടെസ്റ്ററും ഒക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് റിസർച്ച് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. ഇവരൊക്കെ പറയുന്ന പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടോളുക. പക്ഷേ അവർ ടാഗ് ചെയ്യുന്ന ഉടനെ പോയി ആ പ്രൊഡക്റ്റ് കണ്ണു അടച്ച് വാങ്ങിക്കാതെ ഇരിക്കുക. നഷ്ടം വരും. നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി നഷ്ടം വരും. പൈസ മാത്രമല്ല നഷ്ടമാകുന്നത്, ഫിസിക്കലി നഷ്ടം വരും. പിന്നെ ഇവർക്കെതിരെ നമുക്ക് കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സിനോട് ചെയ്യരുതെന്ന് പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ. അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റത്തില്ല. അതെന്താണെന്നറിയാമോ? അതിന് മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്തുക്കളാണ്. ഷാജി എന്ന് പറയുന്നൊരു യൂട്യൂബർ ഉണ്ട്. പുള്ളിക്കാരി ഒരു ക്രീം വിൽക്കുന്നുണ്ട്. ഈ ക്രീം പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരിയുടെ ലേബിളിൽ വിൽക്കുന്ന ക്രീമാണ്. അതിനെതിരെ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷേ ഈ ബാക്കിയുള്ള ഈ കല്യാണിയെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ക്രീമിനെ പറ്റിയിട്ട് നമുക്ക് ഒരിക്കലും കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ ഇത് വലിയ വലിയ ബ്രാൻഡുകളുടെ കമ്പനിയാണ്. ഓൾറെഡി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പ്രൊഡക്റ്റുകളാണ് ഈ ബ്രാൻഡുകളുടെയൊക്കെ. ഇപ്പൊ വാസ്ലീൻ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള കമ്പനികളുണ്ടല്ലോ, നിവ്യ, വാസ്ലീൻ, അത്തരം കമ്പനികളുടെയൊക്കെ പ്രൊഡക്റ്റ് ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒരു പ്രൊമോഷൻ നടത്തിയതേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കണ്ട, നിങ്ങളോട് ഉപയോഗിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞ് കൈമലർത്തും. അപ്പം ഇവർ തെറ്റാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവർ സമ്മതിക്കാൻ പോകുന്നില്ല. ഇപ്പൊ കല്യാണിന്നല്ല ഒരു യൂട്യൂബേഴ്സും ഒരു ഇൻഫ്ലുവൻസേഴ്സും സമ്മതിക്കാൻ പോകുന്നില്ല. അവസാനം നമ്മൾ ആരായി? നമ്മൾ ശശിയാവും, നമുക്ക് പണി കിട്ടും. ഇപ്പൊ അശ്വതി സുബോധ് എന്ന് പറയുന്ന പെൺകുട്ടി അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതേ ഉള്ളൂ. പക്ഷെ ഉടനെ സ്ട്രൈക്ക് കൊടുത്തു, വീഡിയോ റിമൂവ് ആയി. അതിനെ പറ്റിയിട്ട് അശ്വതി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അത് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. വീഡിയോ വാസ് റിമൂവ്ഡ്. അപ്പൊ തന്നെ സംഭവം എനിക്ക് പിടികിട്ടീനി, ഈ ഒരു വീഡിയോ ആയിരിക്കും റിമൂവ് ആയിട്ടുണ്ടാവില്ല. ആ ഒരു നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കുന്നതിന് മുമ്പേ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി സംഭവം നോക്കി. എനിക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തന്നത് ആ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ തന്നെയാണ് ഗൈസ്. അപ്പൊ അവരെ ഫേസും കാര്യങ്ങളും, അതായത് അവരെ ഫേസും അവരെ വീഡിയോവും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പി റൈറ്റ് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. എനിക്ക് ഇപ്പൊ ഈ ഒരു സ്ട്രൈക്കർ എന്ന ക്രിയേറ്റർ ഉണ്ടല്ലോ, അപ്പൊ അവര് ചെയ്ത ഒരു വീഡിയോ തെറ്റല്ലെങ്കിൽ, അവരെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നമല്ല എന്നുള്ളതിൽ മിണ്ടാണ്ടിരിക്കാനേ ഉള്ളൂ. അപ്പൊ അവര് ചെയ്തതിൽ തെറ്റുണ്ട്, അത് ബാക്കിയുള്ള ആൾക്കാരിൽ എത്തുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും എനിക്ക് സ്ട്രൈക്ക് തന്നത്. അപ്പൊ നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് സ്ട്രൈക്ക് തന്നതിലൂട്ടാ. ഞാൻ അവരെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിട്ടുണ്ടാവുക. ഇപ്പൊ ഞാൻ അവരെ ഫേസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഭയങ്കര പൊക്കി പറഞ്ഞ് അവരെ അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞ് നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ അവരെനിക്ക് ഒരിക്കലും സ്ട്രൈക്ക് തരില്ല. ഇതിപ്പോ അവരെ ബാഡായിട്ട് ബാധിക്കും എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് അവരെനിക്ക് സ്ട്രൈക്ക് തന്നത്. ഇപ്പൊ നിങ്ങൾ എനിക്ക് സ്ട്രൈക്ക് തന്നിട്ട് എന്റെ ഒരു വായി അടപ്പിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയാവണം എന്നില്ല. അത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറച്ച് ആൾക്കാർ എന്നോട് ഒരു ഇൻഫ്ലുവൻസർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഈ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്തത്. അല്ലാതെ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ചു. ഇവരൊക്കെ പറയുന്നത് കണ്ണു അടച്ച് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമല്ലോ നമ്മൾ. ഇവരൊക്കെ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യായീകരിക്കാനുള്ള അവകാശമുണ്ട്. ന്യായീകരിക്കാനും വിമർശിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. കാരണം ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് കെമിക്കലായിട്ടുള്ള വസ്തുക്കളാണ്. അപ്പൊ ഈ കെമിക്കലായിട്ടുള്ള വസ്തുക്കൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒരു എത്തിക്സ് കാണിക്കുക. നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് കുറച്ചൊക്കെ ഒരു എത്തിക്സ് കാണിക്കുക. അവർ പറയുന്നു, അവരുപയോഗിച്ചു, അവർക്ക് പ്രശ്നമൊന്നും വരുന്നില്ല, പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവരുടെയൊക്കെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവരൊരു കാരണവശാലും ആ തെറ്റ് അംഗീകരിക്കാൻ പോകുന്നില്ല. അതിനെ പറ്റിയിട്ട് ന്യായീകരിച്ച് അങ്ങ് മെഴുകും. നമ്മൾ എന്തൊക്കെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും ന്യായീകരിച്ച് മെഴുകും. അപ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവരെയൊക്കെ കണ്ട് ഇത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്ന ആൾക്കാർ വേണം ശ്രദ്ധിക്കാൻ. നിങ്ങൾ മാക്സിമം സൂക്ഷിക്കുക. പിന്നെ അവരൊക്കെ ഡ്രസ്സ് പ്രൊമോട്ട് ചെയ്തോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തോട്ടെ, അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല. ആ ഒരു കാര്യത്തിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം കെമിക്കലുകൾ, കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് പ്രൊമോട്ട് ചെയ്യാൻ ഇൻഫ്ലുവൻസേഴ്സ് ശ്രദ്ധിക്കുക. പിന്നെ കാണുന്ന പ്രേക്ഷകർ ഇതൊക്കെ അവരുപയോഗിച്ചു, അവർക്ക് റിസൾട്ട് കിട്ടി എന്ന് വെച്ചിട്ട് നേരെ പോയി കണ്ണു അടച്ച് വാങ്ങിക്കാതിരിക്കുക. നമ്മുടെ ഫേസിൽ തേക്കുമ്പോഴായിരിക്കും നമുക്ക് പണി കിട്ടാൻ പോകുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നിനെ പറ്റിയിട്ടും നമ്മുടെ സ്കിൻ പ്രോബ്ലംസിനെ പറ്റിയിട്ടും നമ്മളുടെ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി റിസർച്ച് ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റിന്റെ പുറകിലുള്ള വസ്തുക്കൾ എന്താണ്, ആ പ്രൊഡക്റ്റിനകത്ത് ഉപയോഗിച്ചിരുന്ന കെമിക്കലുകൾ എന്താണ്, മാക്സിമം ലെസ് കെമിക്കൽ ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങിച്ച് ഉപയോഗിക്കുക.
ഒന്നാമതേ അറ്റ്മോസ്ഫിയറിലും പ്രകൃതിയിലും എല്ലായിടത്തും കെമിക്കലാണ്. നമ്മൾ കഴിക്കുന്ന വസ്തുക്കളിലും കെമിക്കലാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കളിലെ കെമിക്കലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് കെമിക്കലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. ഇതുകൊണ്ടൊക്കെ നന്നായിട്ട് സ്കിന്നൊക്കെ സംരക്ഷിക്കാൻ പറ്റും. നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1000, 2000, 3000 രൂപ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് ലെസ് കെമിക്കൽ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് സ്കിന്നിനെ സംരക്ഷിക്കാൻ പറ്റും. അതിനൊക്കെ പറ്റും. നമ്മൾ കുറച്ച് മെനക്കെടണം. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊന്നും മെനക്കെടത്തില്ല. ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ചെലവാക്കി അനാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കും. എന്നാൽ നമ്മളുടെ സ്കിന്നിനെ പറ്റിയിട്ട് നമുക്ക് ശ്രദ്ധയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ശകലം ഒന്ന് റിസർച്ച് ചെയ്ത് നല്ല പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് നമുക്ക് തന്നെ ഉപയോഗിക്കാം. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ഏതാണോ, നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇൻഫ്ലുവൻസേഴ്സിനെ ഒരിക്കലും കണ്ണുടച്ച് വിശ്വസിക്കരുത്. അവർ പറയുന്നത് പകുതിയും സത്യമായിരിക്കത്തില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ വാങ്ങിക്കുക, അത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷേ അത് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക എനിക്ക് റിസൾട്ട് കിട്ടി, നിങ്ങൾക്ക് കിട്ടുമോ എന്ന് അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഓരോ വ്യക്തികളും പാലിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുക.